സർ, ഈ ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അതായത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്നെ രാജ്യത്ത് നിന്ന് പലായനം ചെയ്തിരിക്കുന്നു. പക്ഷേ 2009 ശേഷം തിരഞ്ഞെടുത്ത ഒരു ജനാധിപത്യ സർക്കാരാണ് ഷെയ്ഖ് ഹസീന പ്രാതിനിധ്യം ചെയ്തത്. അവിടുത്തെ ജനങ്ങളെയൊക്കെ തമ്മിൽ തല്ലിപ്പിച്ചിട്ടുള്ള ഒരു പലായനമല്ലേ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയിരിക്കുന്നു എന്നുള്ളൊരു രീതി നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഷെയ്ഖ് ഹസീനയെ വിശ്വസിച്ച് അവരെ വിജയിപ്പിച്ച് അവരെ പ്രധാനമന്ത്രിയാക്കിയ ജനങ്ങളോട് അവർക്കൊരു നീതി പുലർത്തേണ്ടതുണ്ട്. അത് പുലർത്താതെയാണ് അവരുടെ ഈ ഒളിച്ചോട്ടം എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അത് ജീവനിൽ എല്ലാവർക്കും പേടിയില്ലേ? ജീവനിൽ കൊതിയുണ്ട് ആളുകൾക്കില്ല. ലോകം കണ്ടേക്കുന്ന, അതായത് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡം കണ്ട ഭരണാധികാരികളിൽപ്പെട്ട ഒരു 4 സ്ത്രീകളായിരുന്നു വളരെ പ്രാമുഖ്യ സ്ഥാനത്തുള്ളത്. ഒന്ന് നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി, 2 സിരിമാവോ ഭണ്ഡാരനായകെ ശ്രീലങ്കയിൽ, 3 ഷെയ്ഖ് ഹസീന, 4 ബീഗം ഖാലിദ സിയ. ഈ അവസാനം പറഞ്ഞ 2 പേരും ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിമാരായിരുന്നു എന്നതാണ്. ഇതിപ്പോൾ ഒളിച്ചോട്ടമാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കലാപം അവർക്ക് ഇത് ഒതുക്കി തീർക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാണുന്നത്. അപ്പോൾ ഇവർ അധികാരത്തിൽ വന്നതും ജനങ്ങളാണ് അവരെ അധികാരത്തിൽ കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഈ മിലിറ്ററിയുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തത് ഈ ഷെയ്ഖ് ഹസീനയുടെയും ബീഗം ഖാലിദാസിയുടെയും നേതൃത്വത്തിലാണ്. അതായത് നമുക്കൊക്കെ അറിയാം, ഈ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇവിടുത്തെ രാഷ്ട്രപിതാവ് എന്നുള്ള നിലയിൽ അതേ രീതിയിൽ അറിയപ്പെടുന്ന വംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്ന് പറയുന്ന ആളാണ്. അത് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ജനങ്ങളെ അവാമി ലീഗ് പാർട്ടിയുടെ തലപ്പത്ത് അദ്ദേഹം ഇരുന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ ഈ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചു. സേനയ്ക്കെതിരെ, അതായത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഈ സേനയ്ക്കെതിരെ ഉള്ള ഒരു വലിയ സേനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഭരണമാണ്. വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും. അതിൽ വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നതാണ് വലിയ പാകിസ്ഥാൻ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ. രണ്ടാമത്തത് ഈ ഈസ്റ്റ് പാകിസ്ഥാനാണ് ഈ നമ്മുടെ ബംഗാൾ വിഭജിച്ചു കൊടുത്ത ഈ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആ രാജ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലും അതുപോലെ നമ്മുടെ ഫീൽഡ് മാർഷൽ ജനറൽ മനേക്ഷയുടെ നേതൃത്വത്തിലും പട്ടാള അട്ടിമറിയിലൂടെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും ഈസ്റ്റ് പാകിസ്ഥാനിന് മോചനം നേടിക്കൊടുക്കുന്നത്. എന്നാലും അതിൽ പ്രമുഖ സ്ഥാനം വഹിച്ചതെന്ന് പറയുന്നത് മറ്റാരുമല്ല, അവിടെ ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ്. പക്ഷെ മുജിബുർ റഹ്മാന്റെ ഭരണം എന്ന് പറയുന്ന 1972 മുതൽ 75 വരെ അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ 75-ൽ വീണ്ടും ഒരു പട്ടാള അട്ടിമറിയിലൂടെ ആ ഭരണം പട്ടാളം പിടിച്ചെടുക്കുകയാണ്. ആ പട്ടാളം ഭരണം പിടിച്ചെടുക്കുന്നതോടൊപ്പം ചെയ്തത് എന്ന് പറയുന്നത് ആ കുടുംബത്തെ അങ്ങ് ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ്. അതായത് മുജിബുർ റഹ്മാനെ അദ്ദേഹത്തെ വധിച്ചു, അദ്ദേഹത്തിന്റെ മക്കളെ 2 പെമ്മക്കളെ ഒഴിച്ച്, അതായത് ഈ ഷെയ്ഖ് ഹസീനയെയും അതുപോലെ അവരുടെ സഹോദരിയെയും ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. 3 മക്കളെയും അദ്ദേഹത്തെയും ഭാര്യയെല്ലാം കൊലപ്പെടുത്തി. അധികാരം പിടിച്ചെടുക്കുന്നു. പട്ടാളം അധികാരം പിടിച്ചെടുത്തു. പക്ഷേ അന്ന് ഈ 2 സഹോദരിമാർക്ക് യഥാർത്ഥ അഭയം കൊടുത്തത് ഇന്ത്യയാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി തന്നെയാണ് ഇന്ത്യയിൽ അഭയം കൊടുത്തു. അതിനുശേഷം അവര് തിരിച്ച് വീണ്ടും ബംഗ്ലാദേശിലേക്ക് പോയി. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ബംഗ്ലാദേശിൽ പോയിട്ട് അവിടെ അവര് വളരെ ഒരു പ്രക്ഷോഭത്തിൽ ഏർപ്പെടുകയാണ്. ജനങ്ങളുടെ പ്രക്ഷോഭത്തിന് ഇളക്കി വിട്ടു എന്ന് തന്നെ പറയാം നമുക്ക്. അന്ന് 2 പാർട്ടികളാണ് ഉള്ളത്. അവാമി ലീഗ്, അതിന്റെ തലപ്പത്ത് ഷെയ്ഖ് ഹസീന. കാരണം മുജിബുർ റഹ്മാൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകള് 27 വയസ്സോ 28 വയസ്സേ ഉള്ളെന്ന്, അത്രേ ഉള്ളൂ. 27 വയസ്സേ ഉള്ളൂ മുജിബുർ റഹ്മാൻ കൊല്ലപ്പെടുമ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക്. അവര് ആ ഒരു പ്രക്ഷോഭം നയിച്ചു. അവരോടൊപ്പം നിന്നതാണ് ബീഗം ഖാലിദ സിയ. അവര് ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതായത് നമുക്ക് BNP എന്നറിയപ്പെടുന്ന പാർട്ടി, അതിന്റെ നേതാവാണ് അവര്. പക്ഷേ അന്ന് ഇവര് 2 പേരും ഒത്തൊരുമിച്ചാണ് ഈ പ്രക്ഷോഭം നയിച്ച് അവസാനം സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് ജനാധിപത്യം പിടിച്ചെടുക്കുന്നത്. അവർ 2 കൂടെ ചേർന്നാണ്. എങ്കിൽ പോലും താമസിയാതെ ഇവർ 2 ബദ്ധശത്രുക്കളായിട്ട് മാറി. അപ്പോൾ 2 സ്ത്രീകൾ അടുത്ത് കഴിഞ്ഞാൽ അവർ ശത്രുക്കളാവും എന്നുള്ള ഉറപ്പാണ്, വ്യത്യാസമൊന്നുമില്ല. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അവര് ശത്രുക്കളായിട്ട് പരസ്പരം
പോരാടുന്ന ശത്രുക്കളായിട്ടാണ് മാറി. ആ ശത്രുത ഇന്നും നിലനിൽക്കുകയാണ് ഇപ്പോഴും. കാരണം അത് ഇവർ അധികാരത്തിൽ ആര് കയറണ്ട എന്നുള്ള ഒരു അധികാര തർക്കമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഇവർ യഥാർത്ഥത്തിൽ ഇടയ്ക്കൊരു കാലത്ത് അത് ആദ്യത്തെ ഒരു 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 പീരീഡിൽ ഷേഖ് ഹസീന പ്രധാനമന്ത്രിയായിട്ട് മാറി. അടുത്ത പീരീഡിലായപ്പോൾ അവർക്ക് ആ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. BNPക്ക് ഭൂരിപക്ഷം കിട്ടി. ബീഗം ഖാലിദ സിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇലക്ഷനിൽ 2008 ഇലക്ഷനിൽ അവർ ഷേഖ് ഹസീന തിരിച്ചു വരുന്നു. അത് ഒരു യഥാർത്ഥത്തിൽ ഒരു വലിയൊരു ഒരു അട്ടിമറി പോലുള്ള ഒരു വിജയമാണ്. പക്ഷെ ആ വിജയം അത് കഴിഞ്ഞ് കൂടുതൽ നീണ്ടു നിന്നില്ല. പ്രശ്നങ്ങളായിട്ട് ഇവർക്ക് അടുത്ത ഇലക്ഷനിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ്. അതായത് അവിടെ 300 സീറ്റോ മറ്റോ ആണ് ബംഗ്ലാദേശിലുള്ളത്, പാർലമെന്റിലേക്കുള്ളത്. അതിൽ 290ഓളം സീറ്റുകളുമായിട്ട് 280 സീറ്റുകളുമായിട്ട് കടന്നു വന്ന ഷേഖ് ഹസീന അടുത്ത തവണ വളരെ ഒരു വലിയ അധപ്പതനത്തിലേക്ക് ആ പാർട്ടി പോയി. ഖാലിദ സിയ കയറി. അങ്ങനെ ഭരണം മാറിയും പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞ ഒരു 4 ടേമായിട്ട് ഷേഖ് ഹസീന ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയായിട്ട്. പക്ഷെ അതിൽ നമ്മൾ കാണേണ്ടത് ഈ അവസാനത്തെ ആ 3 ഇലക്ഷനിലും മറ്റേ BNPയും അവരുടെ മുന്നണിയും അവിടെ അവർ വോട്ട് ചെയ്യാൻ തയ്യാറായില്ല. അവർ ഇലക്ഷൻ ബഹിഷ്കരിച്ചതിന് ശേഷമാണ് ഇവർ അധികാരത്തിൽ വരുന്നത്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടത്തി. മറ്റവർ ബഹിഷ്കരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇവർ അധികാരത്തിൽ വന്നു. അത് നേരത്തെ അങ്ങനെ ചോദിച്ചതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ആ ജനങ്ങളിൽ ഒരു വിശ്വാസം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് വേണം, നിർബന്ധമാണ്. പക്ഷെ അവിടേക്ക് ഒരു പ്രശ്നം വന്നത് എന്താണെന്നറിയോ? എല്ലാ നാടുകളിലും ഉള്ളതുപോലെ ഒരു പ്രശ്നം അവിടെ ഉദിച്ചു വന്നു. അതായത് ഈ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് യഥാർത്ഥത്തിൽ അവാമി ലീഗിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. മറ്റവരൊക്കെ കൂടെ നിന്നു എന്നെങ്കിലും മുജിബുർ റഹ്മാനാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ ഈ ബംഗ്ലാദേശ് യുദ്ധത്തിൽ പങ്കെടുത്ത, അതായത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും, നമ്മളിവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് താമ്രപത്രം കൊടുത്തില്ല എന്ന് പറയുന്ന പോലെ താമ്രപത്രത്തിന് പകരം അവിടെ അവർക്ക് 30% റിസർവേഷനാണ് എല്ലാ കാര്യത്തിലും. അതായത് എംപ്ലോയ്മെന്റിലും എല്ലാം, ഗവൺമെന്റ് അധികാരത്തിലും എംപ്ലോയ്മെന്റിലും എല്ലാം ഉള്ള റിസർവേഷൻ 30%, 30%. ഇത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. ഇത് ഇവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമായിട്ട്, ഈ ഭരിക്കുന്ന ഈ പാർട്ടി അവാമി ലീഗിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് ഉള്ള ഒരു കൊടുപ്പായിപ്പോയി ഈ റിസർവേഷൻ എന്ന് വന്നു. അത് അവർക്ക് പതിച്ചു കൊടുത്തേക്കാണോ ബംഗ്ലാദേശിൻ്റെ മുതൽ എന്നുള്ള ഒരു ധാരണ അവിടെ ഉരുത്തിരിഞ്ഞ് വന്നു കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെറുപ്പക്കാർ, യുവജനങ്ങൾ അതിന് പ്രക്ഷോഭത്തിലിറങ്ങി. ഇതാണ് കാര്യം. ജനങ്ങളെക്കാളും കൂടുതൽ യുവജനങ്ങളാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണ് മുമ്പോട്ടിറങ്ങിയത്. അത് വലിയ കലാപമായിട്ട് മാറി. ആദ്യം ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കഴിഞ്ഞ ജൂണിൽ തന്നെയാണ് ഈ വലിയ കലാപം വന്നത്. മറ്റേത് അതിനു മുമ്പ് ഈ ഗവൺമെന്റ്, ഇവർ തന്നെ, ഹസീനയുടെ ഗവൺമെന്റ് തന്നെ ഒരു തീരുമാനമെടുത്തു. ഇത്രയും ഭൂരിപക്ഷം, ഇത്രയും റിസർവേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, 30% കൊടുക്കേണ്ട, അത് ഒന്ന് ചുരുക്കാം എന്ന് പറഞ്ഞിട്ട് അത് ആ റിസർവേഷൻ ഏതാണ്ട് 10% മറ്റോ ആക്കി. അത്രേ ഉള്ളൂ. ഏതാണ്ട് വളരെ കുറച്ചു, 10%, 5% എന്തോ, സംതിങ് ലൈക്ക് ദാറ്റ്. അത് ഞാൻ ഓർക്കുന്നില്ല എത്ര ആണെന്ന്. ഒരു 2%, 1% സ്ത്രീകൾക്കും 1% അതേപോലുള്ള വേറെ ഏതോ ഒരു വിഭാഗത്തിന് അവർക്കും കൊടുത്തു. അങ്ങനെ റിസർവേഷൻ മൊത്തം 7%, 5%. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് 5%. അവരുടെ പങ്കെടുത്തവരൊന്നും ഇല്ലപ്പോ, പക്ഷേ ആ പങ്കെടുത്തവരുടെ പിന്മുറക്കാർക്ക്, അതാണ് ഈ പ്രശ്നം വന്നത്, എടുത്ത് കൊടുത്തു. ഇങ്ങനെ ആക്കി. ഇങ്ങനെ വെട്ടിക്കുറച്ചതിന് ശേഷം ഇതിനെ ഉണ്ടല്ലോ, ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാർ ഇത് ചലഞ്ച് ചെയ്തു കോടതിയിൽ. അവിടെ ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തു, ഇത് പുനഃസ്ഥാപിച്ചു കൊടുക്കണം. അതായത് 30% സംവരണം പുനഃസ്ഥാപിക്കണം എന്ന് വന്നു. അങ്ങനെ വന്നപ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങി പ്രക്ഷോഭമായി. അപ്പോൾ കോടതി ഉത്തരവ് ലംഘിക്കുന്നതിന് എതിരെ ഉള്ള ഒരു നടപടി എന്ന് പറഞ്ഞാൽ സർക്കാർ കർശനമായിട്ട് അത് നേരിടും. അതിന് സംശയമൊന്നുമില്ല. ഏത് രാജ്യത്തായാലും അത് വേണ്ടി വരും. അതിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അങ്ങനെ
ഇവര് അത് ഒന്ന് നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ അവർ കർശനമായ നിലപാടെടുത്തു. അതായത് ഈ സമരത്തെ, വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്തണം. അതിന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് ഷെയ്ഖ് ഹസീന പറഞ്ഞത്, ഇതൊന്നും വിദ്യാർത്ഥികളൊന്നും അല്ല ഈ നടത്തുന്നത്, ഇത് അട്ടിമറി നടത്താൻ വേണ്ടി ശത്രുപക്ഷത്തു നിന്നുള്ള ആളുകൾ വന്ന്, അതായത് അവാമി ലീഗിന്റെ ശത്രുക്കൾ വന്ന് നടത്തുന്ന ഇടപാടാണ് എന്നുള്ള ഒരു രീതിയിലേക്ക്, ഒരു കാഴ്ചപ്പാടാണ് അവരതിന് കൊടുത്തത്. ആ ഒരു കളർ അതിന് കൊടുത്തു. പക്ഷെ അത് ലോകമൊന്നും എല്ലാവരും ഒന്നും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു കളറാണ് അതിന് കൊടുത്തത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതങ്ങ് വളരെ അങ്ങ് വർദ്ധിച്ചു. ഏതാണ്ട് 300ഓളം പേര് വിദ്യാർത്ഥികൾ കേട്ടോ, അവര് അതിൽ കൊല്ലപ്പെടാനിടയായിട്ടുണ്ട്. അത്രത്തോളം വിദ്യാർത്ഥികളായാലും പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത്, അവിടുത്തെ നാട്ടുകാർ കൊല്ലപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറഞ്ഞാൽ മതി. കാരണം അതിന്റെ പുറയിലുള്ള ആരാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയാം. അത് യഥാർത്ഥത്തിൽ അത് മാത്രമല്ല, അത് വന്നതെന്താ, ആ പ്രക്ഷോഭം, ഇത് കോടതി യഥാർത്ഥത്തിൽ അന്ന് ഈ കോടതി പോകുന്നതിന് മുമ്പ് സർക്കാർ തന്നെ ഈ 5% സംവരണത്തിലേക്ക് ആക്കിയെങ്കിൽ പോലും അവിടെ ജനങ്ങൾ തൃപ്തരായിരുന്നില്ല. അവർ പറഞ്ഞെന്തെന്നറിയോ, അന്ന് കലാപത്തിൽ, ഇതിനുണ്ടായ കലാപത്തിൽ ഏതാണ്ട് 100-300 ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിടാനിടയായിട്ടുണ്ട്. അതിന് ഷെയ്ഖ് ഹസീന മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ഇതാണ് പ്രശ്നം. അവർ മാപ്പ് പറയാൻ തയ്യാറായില്ല. കാരണം ഒരു രാജ്യം ഭരിക്കുന്ന ഒരു നേതാവ് എപ്പോഴും ആ രാജ്യത്തിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊന്നും മാപ്പ് പറയാനൊന്നും അവരാരും തയ്യാറാകത്തില്ല. അങ്ങനെ ആയില്ല. കാരണം അത് ഭരണത്തിൽ വേണ്ട അതായത് നിർബന്ധമായിട്ടും വേണ്ട നടപടികളെ അവരെടുത്തുള്ളൂ എന്നൊരു കാഴ്ചപ്പാടായിരുന്നു ആ സ്ത്രീക്കുള്ളത്. വളരെ കർശനമായ ഒരു രീതിയിൽ വളരെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു സ്ത്രീ തന്നെ ആയിരുന്നു അവർ. വളരെ ഒരു ധൈര്യവതിയായ സ്ത്രീ, ധീരയായ സ്ത്രീ എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പൊ അവര് ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ കോടതി കയറി ഇത് കട്ട് ചെയ്തു. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴാണ്, ഇത് ഏതാണ്ടെന്ന് അടങ്ങിയ ഒരു സമയത്താണ് ഈ 30% എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കണം എന്ന് കോടതി വിധി ഉണ്ടായി. 5% മാറ്റി 30% ആക്കണമെന്ന് കോടതി വിധി ഉണ്ടായതോടുകൂടി അവിടെ വിദ്യാർത്ഥികളാണ് അവിടെ കൊണ്ടുവന്നത്, യുവാക്കളാണ്. അവരുടെ പ്രശ്നം അവരുടെ ജീവിത പ്രശ്നമാണ്. അപ്പം അതിന് നമുക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഇത്രത്തോളം സംവരണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു അഴിമതിയാണ് എന്നവർ കണ്ടു. കാരണം മൊത്തം സംവരണം എന്ന് പറയുന്നത് ഏതാണ്ട് നോക്കുമ്പോൾ 56% വരും അവിടെ. ആ രീതിയിൽ നോക്കുമ്പോൾ 56% സംവരണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തും ഭൂഷണമല്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ പോലും യഥാർത്ഥ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്, 50%-ൽ കൂടുതൽ സംവരണം ആകാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിലുള്ള മുന്നോക്കക്കാർക്ക് സംവരണം കൊടുത്തപ്പോൾ ഇത് മാറിപ്പോയി. 56% ഇന്ത്യയിലുമായിട്ടുണ്ട്. അതും യഥാർത്ഥത്തിൽ നിയമവിരുദ്ധം എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഈ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭം വന്നു. പ്രക്ഷോഭം വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ കൊല്ലപ്പെട്ടു. ഇതുമൊക്കെ വന്നപ്പോഴത്തേക്ക് അവിടെ വലിയ വിപ്ലവമായി, വലിയ പ്രശ്നമായി. അതിനെ നേരിടാനുള്ള ഒരു കഴിവ് യഥാർത്ഥത്തിൽ ഇവർക്കില്ലാതെ പോയി എന്നുള്ളതാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം. പ്രത്യേകിച്ച് അവിടെ ഇപ്പോൾ പുതിയതായിട്ട് അവിടെ മിലിറ്ററിയുടെ തലവനായിട്ട് കൊണ്ടുവന്ന, സൈന്യത്തിൻ്റെ തലവനായിട്ട് കൊണ്ടുവന്നത് ഒരു സമാൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവരുടെ വളരെ അടുത്തൊരു ബന്ധുവാണ് കേട്ടോ. അയാൾ കേംബ്രിഡ്ജിലൊക്കെ പഠിച്ചതൊക്കെ ആളാണ്. അയാൾ ഏതാണ്ട് മിലിറ്ററിയിലെ ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ സൈന്യ മേധാവിയായി ആയിക്കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവം മാറി. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ ഇത് അടിച്ചമർത്തുന്നത് ശരിയല്ല, ഇത് അടിച്ചമർത്താൻ അയാൾ തയ്യാറല്ല എന്നൊരു കാഴ്ചപ്പാട് അയാൾ എടുത്തു. മിലിറ്ററി ഇതിനോടൊപ്പം നിൽക്കുന്നില്ല എന്നൊരു കാഴ്ചപ്പാടെടുത്തു. അപ്പോൾ അവിടെ പട്ടാള അട്ടിമറി ഇവർ മണത്തു എന്നുള്ളതാണ് സത്യം. പിന്നെ അവിടെ നമുക്ക് ഈ പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ഇവിടെയൊക്കെ ജനാധിപത്യ ഭരണമെന്നൊക്കെ നമ്മൾ പറയാനേ ഉള്ളൂ. പക്ഷെ എന്നും മിലിറ്ററിക്ക് അവിടുത്തെ ഭരണത്തിൽ വളരെ സ്വാധീനമുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ ഇൻഫിൽട്രേഷൻ നടത്തി കാശ്മീരിലേക്കൊക്കെ കയറി വരുന്നത് ആരാന്ന് വെച്ചാൽ ഇത് പാകിസ്ഥാൻ ഗവൺമെന്റ് അയക്കുന്നവരൊന്നും അല്ല. നമ്മൾ പറഞ്ഞ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അയക്കുന്നവരൊന്നും അല്ല. ഇവിടെ പട്ടാളക്കാരിൽ ഏറ്റുവിടും. കാരണം അവന്മാർക്ക് ഈ പട്ടാളത്തിന് എപ്പോഴും അവിടെ മേൽക്കോയ്മ വേണമെന്നുണ്ടെങ്കിൽ അൺറസ്റ്റ് എപ്പോഴും വേണം, മിലിറ്ററി അൺറസ്റ്റ് ആവശ്യമുണ്ട്. അങ്ങനെ വരുന്നുണ്ട് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം വരെ കൊണ്ട് നടത്തും. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒക്കെ എവന്മാർ അവിടെ ഇവിടെയൊക്കെ വെടിവെക്കും.
ഇവിടുത്തെ സിവിലിയൻസിനെയും ഒക്കെ ആളുകളെ പട്ടാളക്കാരെയൊക്കെ വെടിവെച്ച് കൊല്ലും. ഇത് ചെയ്യുന്ന എന്തിനാണെന്നറിയോ? അവിടെ അവന്മാർക്ക് അവരുടെ ഒരു അവരുടെ ഒരു അതീശത്വം നിലനിർത്താൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പണിയാണ് പട്ടാളം എന്ന് പറയുന്നത് പോലെ തന്നെ. അതേ സ്വഭാവമാണ് ഈ ബംഗ്ലാദേശിലെ മിലിറ്ററിക്ക് ഉണ്ടായത്. വേറെ ഒന്നുമില്ല. കാരണം പല പ്രാവശ്യം അട്ടിമറി നടന്നിട്ടുണ്ട്. ഇപ്പൊ പട്ടാള അട്ടിമറി വരും എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർ കൊല്ലപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ജീവനിൽ എല്ലാവർക്കും കൊതിയില്ലേ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, അവർ കൊല്ലപ്പെടും. അവർക്ക് വേറെ മാർഗമില്ല. അവരവിടുന്ന് പോവുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ല. പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്റർനാഷണൽ ലോ അനുസരിച്ച്, നിയമം അനുസരിച്ച് ഒരു പൊളിറ്റിക്കൽ അസൈലം ഒരാൾക്ക് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രാഡിഷൻ ഇല്ല. അതിന് എക്സ്ട്രാഡിഷൻ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്ത് ഒരു ക്രിമിനൽ കുറ്റം നടത്തി, ഇപ്പോൾ ഒരു കൊലപാതകം അവിടെ നടത്തിയിട്ട് നമ്മുടെ രാജ്യത്ത് വരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്ട്രാഡിഷൻ ട്രീറ്റി ഉണ്ട്. ഇവരെ അവിടെ നമുക്ക് ആ ട്രീറ്റി ഉള്ള രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ കുറ്റവാളിയെ കൈമാറണം. ഏത് രാജ്യത്ത് വന്നോ ആ രാജ്യത്തിന് കൈമാറണം. പക്ഷേ ഇത് ഇവർ കൊലപാതകം നടത്തിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് അവർ പട്ടാള അട്ടിമറി ഭയന്നിട്ട് ഒരു പൊളിറ്റിക്കൽ അസൈലം എന്ന് പറയുന്നത് ഇതിന്റെ എക്സംഷനാണ്. അതായത് ഈ എക്സ്ട്രാഡിഷന്റെ എക്സംഷനകത്ത് വരും പൊളിറ്റിക്കൽ അസൈലം. ഇവർ പൊളിറ്റിക്കൽ അസൈലമാണ് വാങ്ങിയത് എന്നുള്ള രീതിയിൽ അവർക്ക് രക്ഷപ്പെടാം. അവർ നേരെ ഇന്ത്യയിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് അവർ UK പോവുകയാണ് എന്നുള്ളതാണ് തോന്നുന്നത്. ആ രീതിയിൽ പറയപ്പെടുന്നതും മാധ്യമങ്ങളിൽ ഇത് കാണുന്നതും നമുക്ക് നേരിട്ട് അല്ലാതെ അറിയാൻ പാടില്ല. പക്ഷേ അവർക്ക് പൊളിറ്റിക്കൽ അസൈലം, ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊളിറ്റിക്കൽ അസൈലം കൊടുക്കും, എപ്പോഴും കൊടുക്കും. അപ്പൊ ബംഗ്ലാദേശിൽ തന്നെ ഒരു എഴുത്തുകാരി, നമുക്കറിയാമല്ലോ, ഒരു എഴുത്തുകാരി, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു പുസ്തകം എഴുതി, വലിയ പ്രശ്നമായി. അവസാനം അവർക്ക് അത് പൊളിറ്റിക്കലി അതിനെതിരെ വന്നു. കാരണം അവിടുത്തെ മുസ്ലിം യഥാർത്ഥത്തിൽ ഈ ഫണ്ടമെന്റലിസ്റ്റുകളെന്ന് പറയുന്നവർ അവരെ കൊലപ്പെടുത്തും എന്നുള്ള ഒരു രീതി വന്നപ്പോൾ അവർ ഇന്ത്യയോട് പൊളിറ്റിക്കൽ അസൈലം കൊടുത്തു. അവർക്ക് പൊളിറ്റിക്കൽ അസൈലം കൊടുത്തതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം. അതിന് ആ ട്രീറ്റി, എക്സ്ട്രാഡിഷൻ ട്രീറ്റി അതിന് ബാധകമല്ല. അപ്പൊ ഇവർക്ക് രക്ഷപ്പെടാൻ ചോദിച്ചോളൂ, എന്താ ചോദിക്കാൻ വന്നേ? ഈ രക്ഷപ്പെടൽ അത് ഇനി തിരിച്ചു വരവിനുള്ള ഒരു ഊർജം ഷെയ്ഖ് ഹസീനയ്ക്ക് പകരുമോ? ഈ പലായനവും ഈ ഒളിച്ചോട്ടവും ഒക്കെ ഇപ്പൊ സംരക്ഷണം ഇന്ത്യ നൽകുന്നുണ്ട്. അതെ, അത് നമ്മൾ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഊർജം പകരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിന് നമുക്ക് ലോകത്ത് തന്നെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ രാജപക്ഷയുടെ, അതായത് ശ്രീലങ്കയില് മഹിന്ദ രാജപക്ഷ, അയാൾക്ക് അവസാനം അയാളുടെ കൊട്ടാരം ഇതേപോലെ കയ്യേറി. ഇവിടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള, അതാ ഞാൻ ഇത് രണ്ടും പറഞ്ഞു, ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ കണ്ടതാണ്. ശ്രീലങ്കയെ കണ്ടു, അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പട്ടിണി. അവിടെ കൃഷിയില്ല, ഒന്നുമില്ല, ഇറക്കുമതി ഇല്ല, കാരണം പൈസ ഇല്ല, ഇന്ധനമില്ല, പെട്രോളും ഡീസലും ഒന്നുമില്ല അവിടെ. അതോടുകൂടി ആ ജനങ്ങളങ്ങ് മടുത്ത, ഒരു നിവൃത്തിയില്ല. വൈദ്യുതി ഇല്ല, വല്ലപ്പോഴുമാണ് വൈദ്യുതി. അപ്പൊ ഞാൻ ഈ സമയത്ത് അവിടെ ചെല്ലാനിടയായി. ഞാനിത് അറിയാതെ അവിടെ ചെന്ന് കയറിപ്പോയത്. പക്ഷെ ഞാൻ ആ ടാങ്കിലായിരുന്നത് കൊണ്ട് അവർക്ക് അവിടെ ജനറേറ്ററും ഒക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയായാലും അവിടെ വൈദ്യുതി തരും നമുക്ക്. ആ രീതിയിൽ ഒരു 3 ദിവസം ഞങ്ങൾ കടിച്ചു പിടിച്ച 3 ദിവസം അവിടെ നിന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. ഒരു കടയിലൊന്നും ഞങ്ങളൊരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഇരുട്ടാ, ഷോപ്പിനകത്ത് കയറാൻ പറ്റുന്നില്ല. ചെറിയ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ അതിൽ നിൽക്കാൻ വയ്യ, അത്രത്തോളം വലിയ ഉഷ്ണമാണ്, ചൂട്. നമ്മുടെ ഇന്ത്യക്കാരി ചൂടുള്ള ഒരു സ്ഥലമാണത്, നിവർത്തിയില്ല എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ വന്നപ്പോൾ അവസാനം ജനങ്ങൾ മടുത്തിട്ട് എന്ത് ചെയ്തു? അവർ തെരുവിലേക്ക് ഇറങ്ങി. അവിടുന്ന് രാജപക്ഷ എവിടോട്ടാ പോയത്? ജീവൻ കളഞ്ഞ് അവിടുന്ന് പോയതല്ലേ. അയാൾ പൊളിറ്റിക്കൽ അസൈലം വാങ്ങിച്ചു പോയി. പക്ഷെ ഒരു കാലം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നില്ലേ. ഒരു ഉദാഹരണം. ഇനി അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കണം. ഈ പാകിസ്ഥാനിൽ നവാസ് ഷെരീഫ്, അദ്ദേഹം വെളിയിൽ പോയി അല്ലേ, പൊളിറ്റിക്കൽ അസൈലമായിരുന്നു. അതൊരു പരുവം കഴിഞ്ഞപ്പോൾ ഈ തിരിച്ചു വന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഊർജ്ജത്തോടുകൂടി തിരിച്ചു വന്നു ഇമ്രാൻഖാൻ. അപ്പം നമ്മൾ ഇവരെയൊക്കെ നമുക്ക് കാണണം. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് പതിവാണ്. നമുക്കിത് അതിശയമായിട്ട് തോന്നുന്നത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ ബോധമുള്ള ഒരു മിലിറ്ററിയും ജനാധിപത്യ ബോധമുള്ള സൈനിക നേതാക്കളും ജനാധിപത്യ ബോധമുള്ള ജനങ്ങളും എന്ന് ഞാൻ പറയുന്നു ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു പ്രശ്നം നടക്കാത്തത്. അത് വലിയൊരു കാര്യമാണ്. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മുടെയൊക്കെ സംസ്കാരം എന്ന് പറയുന്ന ജനാധിപത്യ ബോധമുണ്ട് നമുക്ക്. കാരണം നമുക്ക് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അനുയായികളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്.
അതുകൊണ്ട് അത് ആ കുറച്ചെങ്കിലും നമ്മുടെ ശ്വാസത്തിലും ഒക്കെ ഉണ്ടല്ലോ, ആ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇത് നമുക്ക് അതിശയമായിട്ട് തോന്നുന്നത്. പക്ഷേ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ എപ്പോഴും രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഇതൊന്നും പറയാൻ പറ്റത്തില്ല, അത് എപ്പോഴും ഉണ്ടാകാം. ഇനി അവർ തിരിച്ചു വന്നുകൂടാന്നില്ല, വരാം. തിരിച്ചു പോയിട്ടുണ്ടല്ലോ. പണ്ട് അവർ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയില്ലേ? ചില്ലറക്കാരിയാണോ? അല്ലെങ്കിൽ അവിടെ ചെല്ലുമോ? കാരണം അവിടെ ചെന്ന സാധാരണ ഗതി തല കാണത്തില്ല, പക്ഷേ അവർ തിരിച്ചുപോയി എന്ന് പറഞ്ഞതുപോലെ ആ ധൈര്യം കാണിച്ച ഒരു സ്ത്രീയാണ്. അവരിനിയും അത് കാണിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതോടൊപ്പം ഈ രാഷ്ട്രീയമായിട്ടുള്ള, അതായത് ഈ നമുക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞ റിസർവേഷനോടൊപ്പം പറ്റിയ വേറൊരു കുഴപ്പം കൂടെ അവർക്കുണ്ട്. ഇത്രയും നാളൊരാൾ ഭരണത്തിൽ ഇരിക്കത്തില്ല. ഇരിക്കുമ്പോൾ ഒരു ചെല്ലുണ്ട്, അതായത് പവർ കറപ്റ്റ്സ്, അതായത് അധികാരം എപ്പോഴും കറപ്ഷനിലേക്ക് നയിക്കും. ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അതായത് വളരെ വലിയ, ഏറ്റവും വലിയ പരമാധികാരം എന്ന് പറയുന്നത് പരമമായ അഴിമതിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് ആ പ്രിൻസിപ്പിൾ. അത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇവരുടെ ഒരു ഡ്രൈവർ, അത് ആദ്യത്തെ വന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 451 കോടി രൂപയോ എങ്ങാണ്ട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. ഇവരെ ഡ്രൈവറായിട്ടിരുന്നാണ്, ഹെറോൺ ഡ്രൈവർ. അപ്പൊ ഒരു ഡ്രൈവർക്ക് അത്രത്തോളം ധനം സമ്പാദിക്കാൻ, അഴിമതി നടത്തി സമ്പാദിക്കാമെങ്കിൽ ബാക്കി ഇവരോടൊപ്പം നടന്ന ആളുകളും മറ്റാളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ എന്തായിരിക്കുമെന്ന്. അവിടെ ജനങ്ങൾ യഥാർത്ഥത്തിൽ അത്രത്തോളം വിഷമത്തിലല്ലേ. ഒരുപാട് പട്ടിണിയൊക്കെ ഉള്ള രാജ്യമാണ്. അവർ സാമ്പത്തികമായിട്ട് കുറച്ചുയർന്നു ഇവരുടെ ഭരണത്തിൽ, അത് സത്യമാണ്. പക്ഷെ കുറച്ചുയർന്നെങ്കിൽ പോലും അഴിമതി അതുപോലെ ഉയർന്നു എന്നുള്ള ഒരു പേരുദോഷം ഇവർക്കുണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് ആ രാജപക്ഷയുടെ അതെ, അതുകൊണ്ടാണ് ശ്രീലങ്കയെ സംഭവിച്ചതുമാതിരി ഇവിടെ ഇവരുടെ ഇപ്പോൾ കൊട്ടാരത്തിനകത്ത് കയറി പ്രധാനമന്ത്രിയുടെ വസതി അത് ആക്രമിച്ച് കയറിയിട്ട് ഇന്നിപ്പോൾ കണ്ടു. ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടതാണ്. ഓരോരുത്തർ കസേര, TV മുതലായ സാധനങ്ങളൊക്കെ, അസംസ്കൃത വസ്തുക്കളൊക്കെ തലയിൽ ചുമന്നുകൊണ്ട് ഈ പാവങ്ങൾ ദരിദ്രനാരായണന്മാർ നടന്നു പോകുന്നത്. അവര് ഇത് ഇറങ്ങി ഇതുകൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ നമ്മൾ ഒളിച്ചോടി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പറയാമായിരുന്നു, പ്രൊവൈഡഡ് മിലിറ്ററിയുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ. ഇത് മിലിറ്ററിയുടെ സപ്പോർട്ട് അവർക്ക് കിട്ടത്തില്ല എന്നവർ തിരിച്ചറിഞ്ഞപ്പോൾ, മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ തീർച്ചയായിട്ടും സർ, വ്യക്തമാണ്. അതായത് അതേ ഊർജത്തോടെ തന്നെ ഷെയ്ഖ് ഹസീന തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.